Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. May yahdihillahu اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റാബ്ദം 2-ാം വർഷം ഒരു റമളാൻ മാസത്തിൽ 17-നാണ് ബദർ യുദ്ധം നടന്നത് എന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒരഭിപ്രായമായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില രേഖകളിൽ ഫമിന്നാ മൻ സ്വാമ വമിന്നാ മൻ അഫ്തറ, ഞങ്ങളിൽ ചിലർ നോമ്പ് നോറ്റിരുന്നു ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, ചിലർ നോമ്പ് മുറിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ സ്വഹാബികൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു റമളാൻ മാസത്തിൽ നോമ്പോടുകൂടിയൊക്കെ പലരും യുദ്ധം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം, സത്യവും അസത്യവും വേർതിരിച്ച് അള്ളാഹു കാണിച്ച ഒരു യുദ്ധമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ യുദ്ധം. ഈ യുദ്ധം എന്തിനായിരുന്നു? ചില ആളുകൾ ഇന്ന് പറയുന്നത് അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ബദർ യുദ്ധം എന്ന് പറയുന്നുണ്ട്. അപ്പം അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി മുസ്ലിങ്ങൾ പോയി നടത്തിയ ഒരു യുദ്ധമായി പരിചയപ്പെടുത്തുന്ന ബദറും ഉഹദും ഖന്തക്കുമൊക്കെ, പക്ഷേ നമ്മൾ അതിൻ്റെ ജോഗ്രഫി എടുത്തു നോക്കുമ്പോൾ, അതിൻ്റെ ഭൂമിശാസ്ത്രം എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞതിനൊരു കഴമ്പുമില്ല എന്ന് നമുക്ക് മനസ്സിലാവാൻ. മദീനയിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയാണ് ബദർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. മക്കയിൽ നിന്നാകട്ടെ 320 കിലോമീറ്റർ അകലെയാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ ബഹുദൈവാരാധകരെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തതാണെങ്കിൽ എന്തുകൊണ്ടാണ് മദീനയുടെ വക്കത്ത് ആ യുദ്ധം നടന്നത്? മദീനയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരെയാണ് ഉഹദ് എന്ന് പറയുന്ന സ്ഥലം. മക്കയിൽ നിന്നാകട്ടെ 450 കിലോമീറ്റർ ഇപ്പുറമാണ് ഉഹദ്. അപ്പോൾ അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയതാണെങ്കിൽ 5 കിലോമീറ്റർ അല്ലെങ്കിൽ 13 കിലോമീറ്റർ ഒക്കെ പോയിട്ട് കൊല്ലുകയാണോ ചെയ്തത്? എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ ഇങ്ങോട്ട് 450 കിലോമീറ്റർ സഞ്ചരിച്ച് ഇങ്ങോട്ടെത്തി? അപ്പോൾ നമ്മൾ ഒന്ന് ജോഗ്രഫി പരിശോധിച്ചാൽ തന്നെ ബദറാകട്ടെ ഉഹദാകട്ടെ ഖന്തക്കാകട്ടെ ഇതൊക്കെ നടന്നത് മദീനക്കടുത്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ മക്കയിൽ നിന്ന് അങ്ങേയറ്റം ദൂരെയുള്ള മദീനയിലേക്ക് മുശ്രിക്കീങ്ങൾ ഇങ്ങോട്ട് വന്ന് നടത്തിയ യുദ്ധങ്ങളാണ് ബദറും ഉഹദും ഖന്തക്കും എന്നുള്ളത്. ആ സ്ഥലങ്ങളുടെ കിലോമീറ്റർ എത്രയാണെന്ന് നോക്കിയാൽ തന്നെ ഈ ബാലിശമായ വാദം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എന്തിനാണ് പിന്നെ യുദ്ധം നടത്തിയത്? മുശ്രിക്കീങ്ങളെ കൊല്ലാനല്ല, അമുസ്ലിങ്ങളെ കൊല്ലാനല്ല, ഇസ്ലാം വാളുകൊണ്ട് ആരുടെയെങ്കിലും മുകളിൽ അടിച്ചമർത്തി സ്വീകരിപ്പിക്കാനല്ല. നേരെമറിച്ച് എന്തിനാണ് നടന്നത്? അതും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അബൂ സുഫിയാൻ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് മുസ്ലിമായി. അദ്ദേഹം മുശ്രിക്കായിരിക്കുന്ന സമയത്ത്
1000 ഒട്ടകങ്ങളെ വഹിച്ചുകൊണ്ട് മുഹാജിറുകൾ അവിടെ വിട്ടേച്ച് പോയി അവരിൽ നിന്ന് പിടിച്ചു പറിച്ച ധനവുമൊക്കെയായി കൊണ്ടുപോയി യമനിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കച്ചവടം നടത്തി കാശുണ്ടാക്കി മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നടത്താനുള്ള ഒരു സംഘവുമായി അബൂ സുഫിയാൻ പോകുന്നുണ്ട് എന്നും ആ സംഘം മദീനയുടെ അടുത്തുകൂടി കടന്നു പോകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കിട്ടുകയും വിവരമറിയുകയും ചെയ്തപ്പോൾ ആ സംഘത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 300-ൽ പരം വരുന്ന സ്വഹാബികളുമായി ചെല്ലുന്നത്. എന്ന് വെച്ചാൽ യുദ്ധത്തിന് യാതൊരു വിധത്തിലും ചിന്തയില്ലാതെയായിരുന്നു മുഹമ്മദ് നബിയും സ്വഹാബികളും പോയത് എന്ന് ആ എണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മുസ്ലിങ്ങളുടെ സംഘം വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വഴിമാറിപ്പോവുകയും മക്കയിലേക്ക് വഴി തിരിച്ചു പോവുകയും എന്നിട്ട് മക്കക്കാർക്ക് സന്ദേശം അയക്കുകയും ഇങ്ങോട്ടേക്ക് സൈന്യത്തെ അയക്കണമെന്ന് ഖുറൈശികളോട് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറൈശി സംഘം 1000-ഓളം ആളുകൾ ഒട്ടകങ്ങളും കുതിരകളും ആയുധങ്ങളും ഒക്കെ ആയിക്കൊണ്ട് വന്നതാണ് എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ യുദ്ധമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ചെയ്തതേയല്ല, മുസ്ലിങ്ങൾ യുദ്ധം പ്രതീക്ഷിച്ചിട്ടേയില്ല. നേരെ മറിച്ച് പ്രതിരോധത്തിൻ്റെ യുദ്ധങ്ങളായിക്കൊണ്ടാണ് ബദറും ഉഹദും ഖന്തക്കും ഒക്കെ നമ്മൾ കാണുന്നത്. ഈ ചരിത്രത്തിൻ്റെ വികലീകരണം വളരെ സമൃദ്ധമായി കൊണ്ട് നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിങ്ങളുടെ മുമ്പിൽ 2 ചോയ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുകയാണ്. നമ്മളുടെ ഒക്കെ ജീവിതത്തിലും ഇതുപോലെ 2 ചോയ്സുകൾ ഉണ്ടാകും. എന്താണ് അവർക്ക് മുമ്പിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ്? വഇദ് യഇദുകുമുല്ലാഹു ഇഹദ ത്വാഇഫതൈനി അന്നഹാ ലക്കും. നിങ്ങൾക്ക് 2-ൽ ഏതെങ്കിലും ഒരു സംഘത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഒന്നുകിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം കുറച്ച് ആളുകളേ ഉള്ളൂ, അല്ലെങ്കിൽ ഖുറൈശികളുടെ സൈന്യം 1000-ഓളം ആളുകൾ വരുന്ന ആ സൈന്യം അതിനെ നേരിടേണ്ടി വരും. ഇതിലേത് വേണം എന്ന്, ഇതിലേതെങ്കിലും ഒന്നുമായി നിങ്ങൾ ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞപ്പോൾ തവദ്ദൂന അന്ന ഗൈറ സാക്കി ശൗക്കത്തി തകൂനു ലക്കും, ഇതിൽ ചെറിയ സംഘത്തെ, പ്രയാസമില്ലാത്ത സംഘത്തെ, അബൂ സുഫിയാൻ്റെ സംഘത്തെ കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിച്ച സന്ദർഭമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് വയുരീദുല്ലാഹു അയ്യുഹഖൽ ഹഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സംഘത്തെയാണ് നിങ്ങൾക്ക് തന്നത്. ആ വലിയ സൈന്യത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ഹക്ക് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടി. നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത പരീക്ഷണമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് അതിൻ്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ്, അതിലൂടെ അല്ലാഹ്ക്കൊരു യുക്തിയുണ്ട് എന്ന് തിരിച്ചറിയാനും ആ പരീക്ഷണത്തെ നേരിടാനും നമ്മൾക്ക് പ്രാപ്തി ഉണ്ടാകണം. ആ പ്രാപ്തിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുഹാജിറുകളുടെയും അൻസാരികളുടെയും സ്വഹാബികളുടെയും ജീവിതത്തിൽ കാണുന്നത്. അവരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ യുദ്ധം, അവർക്ക് ഇഷ്ടമില്ല ഇത്രയും വലിയ സംഘവുമായി ഏറ്റുമുട്ടാനും ജീവൻ മരണ പോരാട്ടം നടത്താനൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഖുർആൻ തന്നെ അത് പറയുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വിധി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അള്ളാഹിൻ്റെ വിധി യുദ്ധമായപ്പോൾ, വലിയ സംഘത്തെ ഇരട്ടി വരുന്ന സംഘത്തെ അഭിമുഖീകരിക്കണമെന്ന് അല്ലാഹു വിധിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായതാണ് സ്വഹാബികളുടെ മികവ്. അല്ലാതെ അവരൊക്കെ യുദ്ധത്തിന് ഇഷ്ടപ്പെട്ട് വീരശൂര പരാക്രമങ്ങൾ നടത്താൻ തയ്യാറായി എന്നുള്ളതല്ല. ഇഷ്ടമില്ലാത്തതും ജീവിതത്തിൽ വിധിയായി വരും. ആ വിധിയെ ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറാവണം. മുഹാജിറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉടനെ, ഇങ്ങനെ ഒരു യുദ്ധം നടക്കാൻ പോവാണ്, നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ ഉടനെ മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങളെല്ലാവരും തയ്യാറാണ്. കാരണം ത്യാഗം കൊണ്ട് ജീവിതം മുഴുവൻ നബിക്ക് വേണ്ടി, പ്രവാചകന് വേണ്ടി, പ്രവാചകൻ്റെ സന്ദേശത്തിന് വേണ്ടി ത്യജിച്ചിട്ടാണ് അവർ മദീനയിലേക്ക് വന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയേണ്ടത് മുഹാജിറുകളുടെ അഭിപ്രായമല്ല, അൻസാരികളുടെ അഭിപ്രായം എന്താണ്. അൻസാരികൾ യുദ്ധത്തിനുണ്ടോ? കാരണം അൻസാരികൾ അഖബ ഉടമ്പടിയോടെ പ്രവാചകനെ മദീനയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മദീനയിൽ ആര് യുദ്ധത്തിന് വന്നാലും സംരക്ഷിച്ചു കൊള്ളാം എന്നേ കരാറുള്ളൂ. പക്ഷെ ഇത് മദീനക്ക് പുറത്താണ്. അൻസാരികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാം. അങ്ങനെ അവരുടെ കരാർ അവർ ലംഘിക്കുകയില്ല അങ്ങനെ ചെയ്താൽ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്കയോടുകൂടി അൻസാരികളെ നോക്കുകയാണ്. അവിടെ നന്മയുടെ പ്രചോദനമാകേണ്ടവരാണ് നമ്മൾ, നന്മയുടെ പ്രചോദനവും വക്താക്കളുമാകേണ്ടവരാണ് നമ്മൾ എന്ന മാതൃക അവിടെ സ്വഹാബികൾ കാണിച്ചു തരാണ്. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന അൻസാരി, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വല്ലാഹി ലക അന്നക തുരീദുന യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ അഭിപ്രായമാണ് താങ്കൾക്ക് ആവശ്യമെന്ന് തോന്നുന്നു. പ്രവാചകൻ പറഞ്ഞു, അജൽ, അതെ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പം അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾ നോക്കി, യാ റസൂലല്ലാഹ്,
അള്ളാഹിന്റെ റസൂലേ ലഖദ് ആമന്നാ ബിക വസദ്ദഖനാ വശഹിദ്നാ അൻ മാ ജിഅത ബിഹി ഹുവൽ ഹഖ്. പ്രവാചകരെ, താങ്കൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചവരാണ് ഞങ്ങൾ. താങ്കളിൽ വിശ്വസിച്ചവർ, താങ്കൾ പറയുന്നത് പൂർണ്ണമായി സത്യമാണെന്ന് വിശ്വസിച്ചവർ. താങ്കളെ കേൾക്കാം, താങ്കളെ അനുസരിക്കാം എന്ന് കരാറ് ചെയ്തവരാണ് ഞങ്ങൾ. പ്രവാചകരെ, താങ്കൾ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, താങ്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. നിങ്ങളെങ്ങാനും ഒരു സമുദ്രത്തിലേക്ക് ചാടണമെന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ചാടാൻ ഞങ്ങൾ തയ്യാറാണ്. വാഹിദ്, ഒരൊറ്റ അൻസാരി പോലും ആ കടലിലേക്ക് ചാടാൻ അമാന്തിച്ച് നിൽക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറയാണ്. നിങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന കാഴ്ചകളായിരിക്കും അൻസാരികളിൽ നിന്ന് കിട്ടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്. മറ്റൊരു നേതാവ് എഴുന്നേറ്റുന്നു അൻസാരികളുടെ, മിഖ്ദാദ് ഇബ്നു അസ്വദ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ലഖദ് ഷഹീദ്ന. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, മിഖ്ദാദ് ഇബ്നു അസ്വദിൽ നിന്ന് ആ ബദറിന്റെ സമയത്ത് ഒരു കാഴ്ച ഞാൻ കണ്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മുഹാജിറാണ്. അദ്ദേഹം അൻസാരികളിൽപ്പെട്ട മിഖ്ദാദിൽ നിന്ന് ഒരു കാഴ്ച കാണാണ്. അദ്ദേഹം പറയാണ്, ഭൂമിയിലുള്ള എല്ലാം എനിക്ക് കിട്ടിയാലും, ഭൂമിയിലുള്ള സർവ്വ സുഖങ്ങളും സൗകര്യങ്ങളും എനിക്ക് കിട്ടിയാലും അതെല്ലാം ഞാൻ ത്യജിക്കും. മിഖ്ദാദ് ആ പറഞ്ഞ വാചകം പ്രവാചകന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ എനിക്ക് ചാൻസ് കിട്ടുമെങ്കിൽ ഈ ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളും കിട്ടിയാൽ അത് ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയും സുവർണമഷിയിൽ എഴുതപ്പെടേണ്ട വാചകങ്ങളാണ് മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അബ്ശിർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ സന്തോഷിക്കൂ. ലാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീലർ മൂസാ നബിയോട് പറഞ്ഞ വാചകം ഞങ്ങൾ പറയില്ല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തുകൊള്ളൂ, ഞങ്ങളിവിടെ ഇരിക്കാം എന്ന വാചകം ഞങ്ങൾ പറയില്ല. നിങ്ങളുടെ വലതും ഇടതും പിന്നിലും മുമ്പിലും നിന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, അതുകൊണ്ട് നമുക്കൊപ്പം പോകാം എന്ന് മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരന്മാരെ, ഇത് നമ്മുടെ ജീവിതത്തിലൊരു മാതൃകയാണ്. മുഹാജിറുകൾ, അൻസാരികൾ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ബദർ യുദ്ധത്തിന് തയ്യാറാക്കിയത് ഈ രണ്ട് മനുഷ്യന്മാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ വാചകങ്ങളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ മീറ്റിങ്ങുകളിൽ നല്ല നല്ല സംരംഭങ്ങളൊക്കെ വരും. ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അതിന് സപ്പോർട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. നന്മയുടെ കാര്യങ്ങളിൽ മുടക്കികളായിക്കൊണ്ടുള്ള സംസാരം നമ്മളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. നമ്മൾ എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും പ്രചോദനമേൽക്കുന്ന, എല്ലാവർക്കും ആവേശം നൽകുന്ന വാചകങ്ങൾ പറയാൻ നമ്മൾ തയ്യാറാകണം. അവർ അങ്ങോട്ട് പോകുമ്പോൾ യുദ്ധത്തിൽ സംഘത്തെ കാണുമ്പോൾ, എതിർ സംഘത്തെ കാണുമ്പോൾ, സൈന്യത്തെ കാണുമ്പോൾ എണ്ണം കണ്ട് ഭയം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും ബദറിൻ്റെ യുദ്ധത്തിൽ. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇന്നി അൻശുദുക അഹ്ദക വവഅദക, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ലാ തുഅബദ ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഈ ഭൂമിയിൽ, ഈ യുദ്ധത്തിൽ ഞങ്ങളെങ്ങാനും കൊല്ലപ്പെടുകയാണെങ്കിൽ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടാത്ത, തൗഹീദില്ലാത്ത അവസ്ഥയുണ്ടാകും റബ്ബേ. അതുകൊണ്ട് നീ നിന്റെ വാഗ്ദാനം നിറവേറ്റണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തവണയല്ല പ്രാർത്ഥിച്ചത്. ഇത് അള്ളാഹിൻ്റെ ആവശ്യമല്ലേ? ഇത് സമൂഹത്തിൻ്റെ, മുസ്ലിങ്ങളുടെ ആവശ്യമല്ലേ? ഉമ്മത്തിൻ്റെ ആവശ്യമല്ലേ? ഞാനെന്തിനു കഷ്ടപ്പെടണം ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചില്ല. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകൻ കൈ പൊക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തല പൊങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷാള് നിലത്തേക്ക് വീണു എന്നൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി പ്രവാചകരെ, അള്ളാഹു താങ്കളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാകും. ഇത്രയും പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഒരിക്കലും അത് തള്ളുകയില്ല എന്ന് അദ്ദേഹം സമാധാനിപ്പിക്കുന്നത് നമ്മൾ കാണാണ്. ഒരു വശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ മറുവശത്ത് അബൂജഹലും പ്രാർത്ഥിക്കുകയാണ്. അബൂജഹലിന്റെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അഖ്തഅനാ ലിർറഹം. അല്ലാഹുവേ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ഐക്യത്തെ തകർത്തവരാണ്. ഞങ്ങൾ കുടുംബത്തെ തകർത്തു. അമ്മാവനും മക്കളും, ഉപ്പയും മക്കളും, ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശപരമായി തെറ്റി. അതിന് കാരണം ഇസ്ലാമാണ്. ഞങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ആശയങ്ങളുമായി വന്നവനാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ ആളുകളും. അതുകൊണ്ട് അല്ലാഹുവേ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണോ അവരെ ഇന്ന് നീ സഹായിക്കണം, അല്ലാത്തവരെ നീ ഇന്ന് നശിപ്പിക്കണം. ഞങ്ങളുടെ മുകളിൽ, ഞങ്ങൾ വഴികേടിലാണെങ്കിൽ ഞങ്ങളുടെ മുകളിൽ കല്ല് വർഷിക്കണം എന്ന്
അബൂജഹൽ പ്രാർത്ഥിക്കാം. രണ്ടു കൂട്ടരും പ്രാർത്ഥിച്ചത് ബദർ യുദ്ധത്തിന് മുമ്പ് അള്ളാഹിനോടാണ്. പിന്നെ എന്തേ വ്യത്യാസം? എന്തിനാണ് ഈ യുദ്ധം? അത് ഒരു ചെറിയ വ്യത്യാസത്തിലാണ്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അള്ളാഹിനോട് മാത്രമാണ്. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും പ്രാർത്ഥിച്ചത് അള്ളാഹിനോടും അതിനോടൊപ്പം തന്നെ മഹാന്മാരോടും. ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലാത്ത ആരാണ്? വലിയ മഹാനായിരുന്നു ലാത്ത് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ കാണാം, ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഫ്രീ ആയി കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അതായിരുന്നു ലാത്ത്. അപ്പം അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അതോടൊപ്പം തന്നെ ലാത്തിനോടും പ്രാർത്ഥിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ശിർക്ക്. ഈ ശിർക്കിനെതിരെയാണ് മുസ്ലിങ്ങൾ പോരാടിയത്. ഇതാണ് തൗഹീദ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്, അവിടെ അള്ളാഹിനോടൊപ്പം മഅല്ലാഹി, അള്ളാഹിനോടൊപ്പം മറ്റുള്ളവരോട് തേടരുത്. എന്താ ഇതിന് കാരണം? അവരല്ലാഹിനോടും തേടിയിരുന്നു. മക്ക മുശ്രിക്കുകൾ അള്ളാഹിനോട് തേടിയിരുന്നു. അല്ലാഹുമ്മ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു ഹജ്ജ് ചെയ്തിരുന്നപ്പോൾ. അള്ളാഹുവെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിന്റെ വിളിക്ക് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിനക്കൊരു ഇലാഹുമില്ല. അവിടെ നിർത്തൂല അവര്. ഇല്ലാ ഇലാഹൻ തംലിക്കുഹു വമാ മലക. ഒരു ഇലാഹ് ഒഴികെ, അല്ലെങ്കിൽ കുറച്ച് ഇലാഹുകൾ ഒഴികെ, ആ ഇലാഹുകൾ, ആ ശരീക്കുകളുടെ പ്രത്യേകത അവർ നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്നവരാണ്. അങ്ങനെ നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന കുറച്ച് ശരീക്കുകളുണ്ട്. അവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കും, നിന്നിലേക്ക് നേരിട്ട് വരാൻ പേടിയായതുകൊണ്ട്. ഇതായിരുന്നു മുശ്രിക്കുകൾ പറഞ്ഞത്. ഇതേ വാചകങ്ങൾ നമ്മളുടെ നാട്ടിലും കേൾക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ബദരീങ്ങളുടെ ആണ്ട് പള്ളികളിലൊക്കെ ഇനി നടത്തപ്പെടാൻ പോവാണ്. അവിടെ എന്താ? ഇതേ വാചകം. ശരീക്കാണ്, ശിർക്കാണെന്ന് പറയില്ല, ബാക്കിയെല്ലാം പറയും. ഈ വാചകത്തിൽ അബൂജഹൽ എന്താ പറഞ്ഞത്, ഉത്ബത്ത് എന്താ പറഞ്ഞത്, ഷൈബത്ത് എന്താ പറഞ്ഞത്, ഈ വാചകങ്ങളൊക്കെ പറയും. ശിർക്കാണ് എന്ന കാര്യം മാത്രം പറയൂല. അത്ര വ്യത്യാസമുള്ളൂ. ബദറി മാല കഴിക്കുന്ന, ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ഈ ആചാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചോ? സ്വഹാബികൾ കഴിച്ചോ? താബഈങ്ങൾ കഴിച്ചോ? അവരാരെങ്കിലും പള്ളിയിൽ കൂടിയിരുന്നിട്ട് റമളാൻ മാസത്തിൽ 17 ഏതെങ്കിലും തരത്തിലുള്ള ബദർ മാലയോ ബദർ മൗലീദോ ഒക്കെ ഓതിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചോ? ഇതൊന്നും നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്താണോ ബദരീങ്ങൾ പോരാടി മരിച്ചത്, ഏത് ആദർശത്തിനാണോ അതിനെതിരായിക്കൊണ്ട് മുശ്രിക്കീങ്ങൾ, അന്നത്തെ മക്ക മുശ്രിക്കീങ്ങൾ ഏത് നിലപാടിലാണോ ഉണ്ടായിരുന്നത്, ആ നിലപാട് ബദരീങ്ങളുടെ മുകളിൽ ചാർത്തപ്പെടുന്ന ദിവസങ്ങളാണ് വരാൻ പോണത്. ബദർമാല, ആ ബദർമാലയിലെ വാചകങ്ങൾ എന്താ? ദേഹം വലത്തോവൻ ഇപ്പേരിനെ ചൊല്ലിൽ തീരും മുന്നമേ ശിഫയാകുമെന്നോവർ. ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായ ബദരീങ്ങളെ വിളിച്ചങ്ങോട്ട് തേടാ, ബദർമാല അങ്ങോട്ട് ചൊല്ലുക, നമ്മുടെ ശരീരത്തിലെ അസുഖമൊക്കെ മാറിപ്പോകും. എന്ന് കുടുംബം മികന്തു ദുർദീനത്തിൽ അവരെ വിളിച്ച് ദുആയിരുന്നെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ദുരിതങ്ങൾ ഉണ്ടായാൽ, രോഗങ്ങൾ ഉണ്ടായാൽ അവരെ വിളിച്ച് ദുആ ചെയ്യുക എങ്കിൽ അന്നേരം തന്നെ ശിഫാകളെ കിട്ടാതെ ആയിട്ടതില ഒരുത്തനുമെന്നവർ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ശിഫ കിട്ടും, നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. ഏറെ മികന്തുള്ള പേറ്റുവരുത്തതിൽ ഇന്ത്യ സ്വഹാബികൾ പേരിനെ ഓതുകിൽ കുടിയുമിടും മുനമ്പള്ള തന്നീന് കുട്ടി പിറക്കിയതിൽ ചക്കില്ല എന്നോവർ. ഏതെങ്കിലും ഒരു പെണ്ണിന് പ്രസവമുണ്ട്, അതിൻ്റെ പ്രയാസമുണ്ട് എങ്കിൽ ബദരീങ്ങൾ വിളിച്ചാൽ മതി, ആ പ്രസവം നല്ല ഉഷാറായി കഴിയും എന്നാണ് ഈ ബദർമാലയിൽ ചൊല്ലുന്നത്. ഇതാണ് ബദരീങ്ങൾ ആണ്ടിൽ ബദരീങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തപ്പെടുന്നത്. ഇത് സഹോദരന്മാരെ, എന്തെങ്കിലും അടിസ്ഥാനം അതിനുള്ളൂ? എന്തെങ്കിലും? ബദരീങ്ങളുടെ ജീവിതം മുഴുവൻ ഇതിനെതിരാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി ഹാദാ. ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന് പറഞ്ഞ ബദരീങ്ങളുടെ നേതാവിനോട് ഇവിടെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി മാറാൻ, കടങ്ങൾ മാറാൻ, ദാരിദ്ര്യം മാറാൻ, രോഗങ്ങൾ മാറാൻ, ഇതിനൊക്കെ ബദരീങ്ങൾ വിളിക്കുകയാണ്. എന്നാൽ ബദരീങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നോക്ക്, മുഹമ്മദ് നബി എന്ന് പറയുന്ന ബദരീങ്ങളെ നേതാവ് തുടങ്ങി ഏതൊക്കെ ബദരീങ്ങൾ ഉണ്ടാവും, അവരൊക്കെ ജീവിതത്തിൽ പട്ടിണി ഉണ്ടായിരുന്നു, കടങ്ങളുണ്ടായിരുന്നു, ദാരിദ്ര്യമുണ്ടായിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് ആർക്കും അദൃശ്യം അറിയുമായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദരിയാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ പ്രവാചകന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, വിശപ്പാണ്, ഞങ്ങളുടെ വയറ് നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു കല്ല് കെട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ഖന്തക്ക് കുഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ വയറ് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ 2 കല്ല് വെച്ച് കെട്ടിയതായി ഞങ്ങൾ കണ്ടു എന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്. ഈ ബദരീങ്ങൾ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ജോലി വേണം, ഞങ്ങൾക്ക് ഉപജീവനം വേണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബദരീങ്ങളുടെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ആയിഷ ബീബി നമുക്ക് പറഞ്ഞു തരാണ്. ആയിഷ ബീബി ഇത് പറയുമ്പോൾ പറയുന്നുണ്ട്, ലൗ വൈൻ ഷാ ല അബ്ക ലി അബ്കി ബക്കൈതു. എനിക്കിത് പറയുമ്പോൾ
കരയണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ കരയാൻ പറ്റും. കാരണം അത്രയും സങ്കടം എനിക്ക് പറയുമ്പോഴുണ്ട്. എന്തേ കാരണം? പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് ഇറച്ചിയും പത്തിരിയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചത് വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ കുറവാണ് അദ്ദേഹം അങ്ങനെ തിന്നത്. അത്രയും അദ്ദേഹത്തിന് വയറ് നിറച്ച് കഴിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല, അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള ബദരീങ്ങളുടെ പേരിൽ ഇവിടെ പത്തിരിയും പൊറാട്ടയും ഇറച്ചിയൊക്കെ കൊടുത്ത് അതൊക്കെ വയറ് നിറച്ചുണ്ട്. ഈ ബദരീങ്ങളോട് തേടാണ്, അള്ളാഹുവേ ഈ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ബർക്കത്തും ജീവിതത്തിൽ തരണേ. ഈ ബദരീങ്ങളുടെ ജീവിതം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആദ്യമായി ഇസ്ലാമിന് വേണ്ടി അമ്പെയ്ത വ്യക്തിയാണ്. ആദ്യമായി ബദറിൽ പങ്കെടുത്ത് അമ്പെയ്ത ആ ഒരു വ്യക്തി. അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് തിന്നാനൊന്നും ഇല്ലാഞ്ഞിട്ട് ഇലകൾ തിന്നുകയും ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒന്നും തിന്നാനില്ല. അപ്പോൾ ബദരീങ്ങൾ വിളിച്ചിട്ട് തിന്നാനും ജോലിയും ഉപജീവനമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, ഏറ്റവും ചുരുങ്ങിയത് ബദരീങ്ങൾക്ക് അത് കിട്ടണ്ടേ, അവർക്ക് കിട്ടിയിട്ടില്ല. കടം നിങ്ങൾ നോക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ വിഷമിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, എന്തേ ജാബിറെ പ്രയാസം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉപ്പ അബ്ദുള്ള മരിച്ചു, ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം മരിച്ച സമയത്ത് ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങളൊന്നും വീട്ടാൻ എനിക്ക് അതിനുള്ള സമ്പാദ്യമില്ല, അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കടം വീട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ന് നമ്മളെ സമൂഹം കടം വീടാൻ വേണ്ടി ബദരീങ്ങളോട് തേടാണ്. അപ്പോൾ ജാബിർ റളിയല്ലാഹു നേരെ ഉപ്പാനോട് തേടിയാൽ മതിയായിരുന്നു. അബ്ദുള്ള എന്ന് പറയുന്ന ബദരീങ്ങളായ എൻ്റെ ഉപ്പേ, നിങ്ങളെ പ്രയാസം നിങ്ങൾക്കറിയാലോ, നിങ്ങളൊന്ന് സാധിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. പ്രവാചകൻ അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. നബിക്ക് പനി വന്നതും രോഗം വന്നതും മരണത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് 2 ആളുകൾ പനിക്കുന്ന പനിയുണ്ടായിരുന്നു എന്നതൊക്കെ നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു 2 പേരും കൊല്ലപ്പെട്ടത് പിന്നിൽ നിന്ന്, സുബഹി നിസ്കരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വിഷം തേച്ച വാളുമായിട്ട് ഒരു അമുസ്ലിമായ വ്യക്തി, അബൂ ലുഅ്ലു എന്ന് പറയുന്ന അമുസ്ലിമായ വ്യക്തി മുസ്ലിമാണെന്ന് അഭിനയിച്ചു കൊണ്ട് വന്ന് നിന്ന് അയാൾ കുത്തിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ മരിക്കുന്നത്. ഇവർ 2 പേർക്കും ബദരീങ്ങളാണ്. ഇവർ രണ്ടുപേരും പിന്നിൽ വാളും പിടിച്ച് നിൽക്കുന്ന ആളെ അറിഞ്ഞില്ല. അതിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന സ്വഹാബികൾ, ബദറിൽ പങ്കെടുത്ത വലിയ വലിയ സ്വഹാബികൾ, അവർക്കാർക്കും തൻ്റെ അടുത്ത് നിൽക്കുന്നത് മുസ്ലിമാണോ, ഇയാൾ കൊല്ലാൻ വന്നതാണോ നിസ്കരിക്കാൻ വന്നതാണോ എന്ന് അറിയായിരുന്നില്ല. ഈ ബദരീങ്ങൾ നമ്മളുടെ കൽബ്, അവിടെ മദീനയിൽ കിടക്കുന്ന ബദരീങ്ങൾ അവിടെ ആ ഖബറിൻ്റെ ഉള്ളിലൂടെ കടന്നു വന്ന് നമ്മളുടെ കൽബും നമ്മളുടെ വിഷമവും മനസ്സിലാക്കാൻ, അദൃശ്യമറിയാൻ അവർക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിലെ ചതിക്കുഴിയിൽ പ്രവാചകൻ വീണു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് മുമ്പിൽ ചതിക്കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നറിയായിരുന്നില്ല. ഹംസ റളിയല്ലാഹുവിനെ ചാട്ടുളി വെച്ചിട്ട് വഹ്ശി എറിഞ്ഞു കൊല്ലാണ്. തൻ്റെ അടുത്തേക്കൊരു ചാട്ടുളി വരുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള അദൃശ്യ കഴിവ് അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അല്ലാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ അടിമകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അത് ബദരീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, നബിമാരാകട്ടെ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നിങ്ങളെപ്പോലെ അദൃശ്യമറിയാത്ത, തൊട്ടടുത്ത് ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടത്ത് കാണാൻ കഴിയാത്ത, മുസ്ലിങ്ങളാണോ അമുസ്ലിങ്ങളാണോ എന്ന് പറഞ്ഞിട്ടല്ലാതെ തിരിച്ചറിയാൻ കഴിയാത്ത, ചതിക്കുഴി ഉണ്ടെങ്കിൽ ആ ചതിക്കുഴി തിരിച്ചറിയാൻ കഴിയാത്ത, പട്ടിണിയും ദാരിദ്ര്യവും രോഗങ്ങളും അനുഭവിച്ച നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഫദ്ഉഹും ഫലയസ്തജിബു ലക്കും ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളുടെ രോഗവും പ്രയാസങ്ങളും എല്ലാം ദൂരീകരിച്ചു തരാൻ ഇവരോടൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കൂ. സാധിക്കില്ല അവർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ ഒരു പാഠം, തൗഹീദിൻ്റെ പാഠമാണ് നമ്മൾ ബദറിൽ നിന്ന് ഉൾക്കൊണ്ടതിൻ്റെ ഏറ്റവും വലിയ പാഠം. അല്ലാതെ ശിർക്കിൻ്റെ പാഠം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബദറിൻ്റെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബദർ മാലയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിർക്കും ബിദ്അത്തുകളും തിരിച്ചറിയാനും അതിനെതിരെ ശബ്ദിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബദറിൽ നിന്ന് ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് അള്ളാഹുവിൻ്റെ സഹായത്തിലുള്ള ഉറപ്പാണ്, തവക്കുലാണ്. ആളുകൾ ഇങ്ങനെ പ്രകോപനപരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണാണ്. നമ്മളെ നാട്ടിലാണെങ്കിലും
നിർബന്ധിതമായി മുസ്ലിങ്ങൾ ഖുർആൻ ഓതുന്നത് കണ്ടാൽ, നിസ്കരിക്കുന്നത് കണ്ടാൽ, താടി വെച്ചതും തൊപ്പി വെക്കുന്നതൊക്കെ കണ്ടാൽ അവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രകോപിതരാവരുത്, നമ്മൾ ഒരിക്കലും അക്ഷമരാവരുത്. തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കുമൊക്കെ ചാടി നമ്മളുടെ സമൂഹത്തിന് തന്നെ ആത്മഹത്യാപരമായ പ്രവണതകളിലേക്ക് ചിലപ്പോൾ മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവും നമുക്ക് ഈ ഒരു ബദറിലൂടെ കാണിച്ചു തന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സഹായം അത് നമ്മളോടൊപ്പം ഉണ്ടാവും. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ക്ഷമിക്കുന്ന, അള്ളാഹുവിൻ്റെ കഴിവിലും ശക്തിയിലും ഉറപ്പുള്ളവരായി നമ്മൾ ജീവിച്ചാൽ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകുന്നുള്ളതാണ്. ഭൗതികമായി മാത്രം നമ്മൾ ചിന്തിക്കരുത്. ഭൗതികമായി നോക്കുമ്പോൾ നമുക്കൊരിക്കലും രക്ഷപ്പെടാനോ ഉന്നതിയിലേക്ക് എത്താനോ വലിയ വലിയ സാമ്രാജ്യത്വ ശക്തികളോട് നേരിടാനൊന്നും നമുക്ക് കഴിവ് ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അതിനൊക്കെ കഴിവ് അള്ളാഹ് തരും, നമ്മൾ അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ. അതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നിങ്ങൾ ജയിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ഉറച്ച് വിശ്വസിച്ചു. ഈ 300-ൽ പരം വരുന്ന ആളുകൾ, 1000-ഓളം വരുന്ന ആളുകളെ ജനസംഖ്യ കൊണ്ടും ശക്തി കൊണ്ടുമൊക്കെ വലിയ സംഘത്തെ പരാജയപ്പെടുത്തുമെന്ന് അള്ളാഹ് പറഞ്ഞപ്പോൾ പ്രവാചകൻ അത് വിശ്വസിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഈമാനികമായ ശക്തി പ്രവാചകൻ്റെ സ്വഹാബികൾ കാണിക്കുകയാണ്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ എങ്കിൽ നമ്മൾ വിജയിക്കും. അവരുടെ ആത്മവിശ്വാസം അതോടുകൂടി ഉറക്കാണ്. ഇത് നമുക്കുണ്ടാവണം. പ്രവാചകനെ നടന്നിട്ട് പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാൻ വഹാദാ മസ്റഉ ഫുലാൻ, ഈ സ്ഥലത്ത് ഇന്നാൾ മരിച്ചു വീഴും, ഈ സ്ഥലത്ത് ഇന്നാൾ മരിച്ചു വീഴും എന്നിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളൊക്കെ അത് വിശ്വസിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ അവിടെ എണ്ണിപ്പറഞ്ഞ ആ സ്ഥലത്ത് ഞങ്ങൾ പിന്നീട് വന്ന് നോക്കിയപ്പോൾ അവിടെ ആ മനുഷ്യന്മാർ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അള്ളാഹ് പറഞ്ഞ, ഖുർആനിൽ പറഞ്ഞ, ഹദീസിൽ വന്ന കാര്യങ്ങൾ അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹിൻ്റെ സഹായം എന്തായാലും ഉണ്ടാകും. സഅദ് ബിൻ അബി വക്കാസിൻ്റെ ഒരു സംഭവം ബുഖാരിയിൽ നമുക്ക് കാണാം. അദ്ദേഹം ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഒരിക്കൽ അവർ തമ്മിൽ മക്കയിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമയ്യ നീ അധികം സംസാരിക്കേണ്ട, നീ കൊല്ലപ്പെടുമെന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം നിന്നെ കൊല്ലുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സഅദ് ബിൻ അബി വക്കാസിൻ്റെ ഈ വാചകം കേട്ടപ്പോൾ ഉമയ്യ പ്രവാചകനിൽ വിശ്വസിക്കാത്ത, മുഹമ്മദിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ പേടിയായി. അദ്ദേഹം ചോദിച്ചു, ഞാൻ കൊല്ലപ്പെടുന്നു മുഹമ്മദ് പറഞ്ഞോ? സഅദ് പറഞ്ഞു, നാം, അതെ, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, വല്ലാഹി മാ യക്സിബു മുഹമ്മദൻ ഇദാ ഹദ്ദസ, മുഹമ്മദ് സംസാരിക്കുകയാണെങ്കിൽ നുണ പറയൂല. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ചിന്ത ഉണ്ട്, നുണ എന്തായാലും പറയില്ല മുഹമ്മദ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേടിയിലായ ഉമ്മയ്യയുടെ മനസ്സിൽ ഇങ്ങനെ പേടി വരാണ്. വീട്ടിലേക്ക് ചെന്നു, ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ എന്താ പറഞ്ഞത്, നിൻ്റെ നാട്ടുകാരൻ എന്താ പറഞ്ഞതെന്ന് കേട്ടോ? എന്താ പറഞ്ഞത്? എന്നെ മുഹമ്മദ് വധിക്കും, ഒരു യുദ്ധത്തിൽ ഞാൻ കൊല്ലപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പം ഭാര്യയും പറഞ്ഞു, വല്ലാഹി മാ യക്സബ് മുഹമ്മദ്, അള്ളാഹുവാണെ മുഹമ്മദ് ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഭാര്യ പറഞ്ഞു, ഇനി എവിടേക്കും നിങ്ങൾ പോകണ്ട, നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് പോകണ്ട എന്ന് ഭാര്യ നിർദ്ദേശിക്കാം. ബദർ യുദ്ധത്തിൻ്റെ വേണ്ടി അബൂജഹലും സംഘവും പോകുന്ന സമയത്ത് അബൂജഹലിൻ്റെ കൂടെ പോകാൻ ഉമയ്യ തയ്യാറായിരുന്നില്ല. അയാൾക്ക് പേടിയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നുണ പറയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അബൂജഹൽ വന്നിട്ട്, നിങ്ങളിങ്ങനെ സ്ത്രീകളെപ്പോലെ ഇങ്ങനെ ഇരിക്കുകയാണോ, നിങ്ങൾ ഖുറൈശികളുടെ നേതാവാണ്, എന്നിട്ട് ഭീരുവായി ഇരിക്കുകയാണോ എന്ന് കുറേ കളിയാക്കിയിട്ടാണ് ഉമയ്യ അബൂജഹലിൻ്റെ ഒപ്പം പോകുന്നത്. അബൂജഹലിൻ്റെ ഒപ്പം പോകുമ്പോഴും സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിലായിരുന്നു ഉമയ്യ ഉണ്ടായിരുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ ഉമയ്യക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമയ്യ അങ്ങോട്ട് കയറി ചെന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി സ്വഹാബികൾ തയ്യാറാകുന്ന രംഗം നമുക്ക് ബദർ യുദ്ധത്തിൽ കാണാൻ സാധിക്കും. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 3 ആളുകൾ മുന്നോട്ട് വരികയാണ്. എന്നിട്ട് 3 മുശ്രിക്കുകളുമായി ദ്വന്ദ്വ യുദ്ധം നടന്നു. മുശ്രിക്കുകളിൽ നിന്ന് ഉത്ബ, അതുപോലെ തന്നെ ഷൈബ, വലീദ് 3 പേരും വന്നിട്ട് വെല്ലുവിളിച്ചു, ആരെങ്കിലും യുദ്ധത്തിനുണ്ടോ, ദ്വന്ദ്വ യുദ്ധത്തിനുണ്ടോ? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളോട് പറയാണ്, ഖും യാ ഹംസ, ഹംസ എഴുന്നേറ്റ് ചെല്ല്. ഖും യാ അലി, അലി എഴുന്നേറ്റ് ചെല്ലു. ഖും യാ ഉബൈദത്ത് ബിൻ ഹറസ്, താങ്കൾ എഴുന്നേറ്റ് ചെന്നു. 3 പേരും ദ്വന്ദ്വ യുദ്ധം നടത്തി. വലീദ് യുദ്ധത്തിൽ 2 പേർക്കും വെട്ടുകിട്ടി. ബാക്കി അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഉത്ബയെയും ഷൈബയെയും വകവരുത്തി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടതോടുകൂടി അള്ളാഹുവിൻ്റെ സഹായം വരുന്നതാണ്. ഈ ഒരു ചെറിയ വിജയം അലി റളിയല്ലാഹുവിനെയും ഹംസയുടെയും റളിയല്ലാഹു അൻഹുമ
ഇവരുടെ ശൂരപരാക്രമം കണ്ടോടുകൂടി മുശ്രിക്കങ്ങൾക്കൊക്കെ 1000 ആളുകളുണ്ടെങ്കിൽ എന്താ ഹംസയും അലിയുമുള്ള സൈന്യമാണ് നമുക്കെതിരെയുള്ളത് എന്ന പേടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഉടനെ അള്ളാഹുവിൻ്റെ സഹായം വന്നു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന കാരണം അള്ളാഹു 1000കണക്കിന് മലക്കുകളെ ഭൂലോകത്തേക്ക് ഇറക്കി. എന്നിട്ട് അവരുടെ എണ്ണം മുശ്രിക്കുകൾ കാണാണ്, മുസ്ലിങ്ങൾ കാണുന്നില്ല. ഞങ്ങളൊപ്പം നിൽക്കുന്ന മലക്കുകൾ, ആ മലക്കുകളെ മുശ്രിക്കീങ്ങൾ സൈന്യമായി കൊണ്ട് അകലെ നിന്ന് കാണുന്നു, പക്ഷെ മുസ്ലിങ്ങൾ കാണുന്നില്ല. ഒരു സ്വഹാബി പറയുന്നു, ഞാൻ വെട്ടാൻ വേണ്ടി വാളോകുന്ന സമയത്ത് അവരുടെ തല ആ വാള് പതിക്കുന്നതിന് മുമ്പ് തെറിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ മലക്കുകൾ സഹായത്തിന് വരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ലോകത്ത് ഏത് വലിയ ശക്തി വന്നാലും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പറയാണ്, പ്രവാചകൻ ഒരു പിടി മണ്ണെടുത്തിട്ട് എറിഞ്ഞ സമയത്ത് വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമ, നീ എറിഞ്ഞ സമയത്ത് നീയല്ല എറിഞ്ഞത്, അള്ളയാണ് എറിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൺതരി കൊണ്ടുപോയി മുശ്രിക്കുകളുടെ കണ്ണിലേക്ക് പരത്തിയിട്ട് അവർക്കൊക്കെ കാഴ്ചയില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ കുറേ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠെന്താണ്? നമ്മൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ആയുധത്തിൽ കുറവാണെങ്കിലും സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് കുറവാണെങ്കിലും ഭൗതികമായ വീക്ഷണത്തിലൂടെയാകരുത് നമ്മുടെ വിജയത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. ഭൗതികമായ കാര്യത്തിനപ്പുറം അഭൗതികമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതല്ലേ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അഭൗതികങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് അഭൗതികമായ ശക്തികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന സൈന്യം ഈ ലോകത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ വീക്ഷണം അങ്ങനെ ആയിരിക്കണം. ഭൗതികതയിൽ നമ്മൾ തളച്ചിടാൻ പാടില്ല. ഉറച്ച വിശ്വാസം അള്ളാഹുവിലുണ്ടാകണം. അല്ലല്ലാത്ത ഒരാളിലും വിശ്വാസം ഉണ്ടാവരുത്. അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, പിശാചാകട്ടെ, നബിയാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, ആരും അവരൊക്കെ വന്ന് സഹായിക്കുമെന്നല്ല നമ്മൾ വിശ്വസിക്കുക. അള്ളാഹ് സഹായിക്കും. അള്ളാഹ് എങ്ങനെ സഹായിക്കാൻ നമുക്കറിയില്ല. നമ്മൾ എറിയുന്ന ഒരു മൺതരി, ആ മൺതരി എങ്ങനെയാണ് ഈ മനുഷ്യന്മാരുടെ ഒക്കെ കണ്ണിലേക്ക് എത്തുന്നത്? ആ മൺതരി എത്തിക്കുന്നത് അള്ളയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. നമുക്ക് ഭൗതികമായി നമ്മൾ ചെറിയ ശിർക്കൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും. എന്താണ് ഈ ചെറിയ ശിർക്ക്? നമ്മൾ അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവൊന്നും വെച്ചു കൊടുക്കുന്നില്ല, പക്ഷേ ഭൗതികമായി നമ്മൾ ചില കഴിവുകളൊക്കെ വെച്ചു കൊടുക്കും. നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഇറക്കിയാൽ നമുക്ക് വിജയം ഉണ്ടാവും. അല്ല, അള്ളാണ് വിജയം തരുന്നത്. കൂടുതൽ ക്യാപിറ്റൽ ഇറക്കിയാൽ കൂടുതൽ ലാഭം ഉണ്ടാവും എന്നുള്ളത് ഭൗതികമായ വീക്ഷണമാണ്. അത് അങ്ങനെ നമ്മളുടെ ഗേറ്റിന്മേൽ, നമ്മളുടെ ഡോറിന്മേൽ, നമ്മളുടെ വീട്ടിലെ നായിന്മേൽ ഒക്കെ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ, നായുണ്ടെങ്കിൽ കള്ളം കയറൂല, ഈ ഡോർ അടച്ചുകൊണ്ട് ഒരു കള്ളനും കയറൂല, നമ്മൾ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാങ്കിൽ എന്തെങ്കിലും കാശ് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടിണി ഉണ്ടാവില്ല എന്ന ചിന്തയൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അത് ചെറിയ ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്താവണ ശിർക്കല്ല, പക്ഷേ അത് അല്ലാഹുവിൽ തവക്കുലില്ലായ്മയാണ്. ആ തവക്കുല നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിലും, നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, നമുക്ക് നല്ല ഉറച്ച ഡോറുണ്ടെങ്കിലും, നമ്മളെ വീട്ടിൽ കാവലിന് വേണ്ടിയിട്ടൊരു നായുണ്ടെങ്കിലും, നമ്മളുടെ വീട്ടിൽ ഏറ്റവും ശക്തമായ ലോക്കുണ്ടെങ്കിലും, ഇതൊക്കെ പൊട്ടിക്കാൻ ഈ ലോകത്ത് സംവിധാനമുണ്ട്. ഇതൊക്കെ അള്ളാഹിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ആത്യന്തികമായ സഹായം അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. മണ്ണ് എറിയാൻ നമുക്ക് സാധിക്കണം. ഒരു പിടി എറിഞ്ഞിട്ട് അള്ളാഹുവിലാണ് എല്ലാം ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ ഒന്നും ചെയ്യില്ല എന്നല്ല. പ്രവാചകൻ എറിയാതെ തന്നെ ഈ മണ്ണ് മുശ്രിക്കുകളെ കണ്ണിലേക്ക് പാറിപ്പിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കൂലേ? സാധിക്കും. പക്ഷേ അള്ളാഹു പ്രവാചകന് ഒരു പിടി എറിയാൻ പറഞ്ഞു. ഒരു പിടി എറിയണം. നമ്മളുടേതായ ഒരു ചെറിയ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് ആ പരിശ്രമത്തിൻ്റെ ഒപ്പം ബാക്കി വിശാലമായ അതിൻ്റെ ഫലം അള്ളാഹുവിൽ പരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് യുദ്ധത്തിലുള്ള പാഠം മാത്രമല്ല. നമ്മളുടെ കച്ചവടം, നമ്മളുടെ തൊഴിൽ, നമ്മുടെ പഠനം, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ അന്താരാഷ്ട്രീയം, നമ്മുടെ സാമൂഹികം, നമ്മുടെ പ്രബോധനം, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഈ 2 പാഠങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന്, നമ്മളുടേതായ എഫേർട്ട്, അത് നമ്മളുടേതായ പരിശ്രമം, അതൊരു പിടിയാണെങ്കിൽ പോലും അത് നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കണം. പണിയെടുക്കാതെ അള്ളാഹിൻ്റെ സഹായം വരില്ല. രണ്ടാമത്തത്, നമ്മൾ പണിയെടുത്താൽ ഭൗതികമായ കെട്ടുകുടുക്കുകൾക്കപ്പുറം, ഭൗതികമായ കാര്യകാരണങ്ങൾക്കപ്പുറം സഹായിക്കാൻ അള്ളാഹിൻ്റെ സഹായം വരും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ തവക്കുലുള്ള
അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന തൗഹീദുള്ള മനുഷ്യന്മാരിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ റമദാൻ മാസത്തിൽ ചെയ്യുന്ന നമ്മളുടെ നോമ്പ്, നമ്മളുടെ രാത്രി നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, സക്കാത്തും സദക്കകളും എല്ലാം അള്ളാഹു സ്വീകരിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിപാലനത്തിനും നിർമ്മാണത്തിനൊക്കെ സഹായിച്ചിട്ടുള്ള സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.